നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂൺ മാസം 8-ാം തീയതി മുതൽ ജൂൺ മാസം 14 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായ ഒരവസ്ഥയാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്ക ദിവസം തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് കാണുന്നു. മൂല, അതായത് തറവാട്ടിൽ പോകുക, അച്ഛനും അമ്മയെയും കാണുക, അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണുക, ദാമ്പത്യ സുഖം അനുഭവിക്കുക, ദമ്പതികൾ ഒരുമിച്ച് പുറത്തു പോവുക, അങ്ങനെ ഉല്ലാസ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം ആദ്യത്തെ ദിവസം തന്നെ കിട്ടുന്നുണ്ട്. തൊട്ടടുത്ത 3 ദിവസങ്ങൾ, 2.5ഓളം ദിവസങ്ങൾ ഇവർക്ക് അത്ര നല്ലതല്ല. ശാരീരികമായിട്ടുള്ള അവശതയാണ് പ്രധാനമായിട്ടും കാണുന്നത്. അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വരാം. പ്രത്യേകിച്ച് ഈ ജലദോഷ സംബന്ധമായ, അതായത് നീർവീഴ്ച സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ അലർജി അസുഖങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാകാം. ആസ്മാറ്റിക് പ്രോബ്ലം ഉള്ളവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്നാൽ ഈ ദിവസങ്ങളിലും ഈ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായോ മറ്റ് പ്രായോഗിക തടസ്സങ്ങളോ ഉള്ള ഈ ദിവസങ്ങളിൽ പോലും സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ ദോഷമൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായ ചില ധനസഹായം അല്ലെങ്കിൽ ധനപരമായ ചില ലഭ്യതകൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, അതായത് വ്യാഴം ഉച്ചയ്ക്ക് ശേഷം വെള്ളി, ശനി ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആശ്രിതർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അവരെ സംബന്ധിച്ചുള്ള സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ഗുണമുണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർക്കും വിദേശ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക്, ഒന്നുകിൽ വിദേശത്തെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന അവസ്ഥയിലോ, അതല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിൻ്റെ കാര്യത്തിലോ, അതുമല്ലെങ്കിൽ അവിടെ ജോലിയുടെ കാര്യത്തിനോ, ഇനി ഈ നക്ഷത്രക്കാർ വിദേശത്താണ് ഇപ്പോൾ വസിക്കുന്നതെങ്കിൽ അവർക്ക് അവിടുത്തെ സ്ഥിരതാമസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രായോഗിക വൈഷമ്യങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലോ ഒരു മാറ്റം ഉണ്ടാകുന്നതായി കാണുന്നു. മാറ്റം പോസിറ്റീവായ മാറ്റമാണ്. അതുകൊണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഗുണകരമാണ്. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസം സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, അതുപോലെ തന്നെ തങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് അടുത്ത ഭാവിയിൽ തന്നെ നടന്നേക്കും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായി അറിയുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനുള്ള തുടക്കമാവുകയോ ചെയ്യും. പൊതുവേ ഇവർക്ക് ഈ ആഴ്ചയിലെ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസമാണ് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം. അത് പ്രധാനമായും ശാരീരിക അയോഗ്യതകളാണ് കാണുന്നത്, ശാരീരികമായ വൈഷമ്യങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനത്തെയോ യാത്രയോ ഒക്കെ തടയാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, പിന്നെ 14 ആണ് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങൾ. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണകരമായ ഒരു അവസ്ഥയാണ് ആഴ്ചയുടെ ആദ്യ പകുതി. സാമ്പത്തികമായ ലാഭമാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ, അതായത് പല വിധത്തിലുള്ള കാരണങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളിൽ അവർക്ക് ഒരു ഉറപ്പ് കിട്ടുന്നു, മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അത്തരം ഉറപ്പ് നൽകുന്ന ഒരു മാനസിക സന്തോഷം ഇവർക്കുണ്ടാകുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് പുറത്തേക്ക് പോകാനോ സഞ്ചരിക്കാനോ അതുകൊണ്ട് മാനസികമായ സന്തോഷം ലഭിക്കാനോ സാധ്യത കാണുന്നു. പ്രണയ സാഫല്യവും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനവും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വളരെ ഗുണകരമായൊരു അവസ്ഥയാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ കുറേ കാലമായി ഒരു യാത്രയ്ക്ക് ശ്രമിച്ചിട്ട് അതിന് തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സമൊക്കെ മാറിക്കിട്ടുന്നു. ഈ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് മുമ്പ് തന്നെ അത് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ആധാരമായ ഒരു യാത്രയാണിത്. കർമ്മവുമായി ബന്ധപ്പെട്ട, ജോലിയുമായി ബന്ധപ്പെട്ടൊരു യാത്രയാണ്. അത്തരം യാത്രകളിൽ ഇവർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു, സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു, ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് യാത്ര ചെയ്യാനും ഉല്ലാസ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു, പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. ഒരുമിച്ചുള്ള ചേർന്ന് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളിൽ നാളിതുവരെ ഇല്ലാത്തൊരു വിജയമുണ്ടാവുകയോ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി പുരോഗതി പ്രാപിക്കുകയോ ചെയ്യുന്നു. പൊതുവെ ഗുണമാണ്.
എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ താരതമ്യേന അത്ര നല്ലതല്ല. ആഴ്ചയുടെ ആദ്യ പകുതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര നല്ലതല്ല. ചില വൈഷമ്യങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികമായ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ കിട്ടാൻ ഉണ്ടായിരുന്ന പണം അല്പ ദിവസം കൂടി, ഒരു 3-4 ദിവസം കൂടി മാറി ആയിരിക്കാം ഇവർക്ക് കിട്ടുക. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഉണ്ടാകാം ഈ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി തുടങ്ങുന്ന ദിവസങ്ങൾ തൊട്ട്. അതായത് വ്യാഴാഴ്ച തൊട്ട് വ്യാഴം വെള്ളി ദിവസങ്ങളാണ് കൂടുതലായിട്ടും അത് കാണുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ശാരീരിക അവശത, മാതാവിന് ദോഷം, അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സ്ത്രീ ബന്ധുക്കൾ, അമ്മ, സഹോദരി, ഭാര്യ, മകൾ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ, ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അവർ ശരിക്കു പറഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരോ, അതുമല്ലെങ്കിൽ ഈ രോഹിണി, മകയിരം, അതുപോലെ തന്നെ രോഹിണി, മകയിരം, കാർത്തികയുടെ മുക്കാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കോ ആയിരിക്കാം ചിലപ്പോൾ ഇത്തരം ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകുക എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ പരാധീനത ആദ്യ ദിവസങ്ങളിലില്ല. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് മുമ്പുള്ള ദിവസങ്ങളിലല്ല, ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സാമ്പത്തികമായി ചെറിയ ചില അലച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ശാരീരികമായ അവശതയുമുണ്ട്. എന്നാൽ അവസാന ദിവസം വളരെ ഗുണകരമാണ്. വളരെ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ പോസിറ്റീവായി മാറുകയും ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. സാമ്പത്തിക കാര്യത്തിൽ ചെറിയൊരു പുരോഗതി ഉണ്ടാകുകയും അടുത്ത ദിവസങ്ങളിലായിരിക്കും, അടുത്ത ആഴ്ചയിലെ ദിവസങ്ങളിലായിരിക്കും അത് കൂടുതൽ ഗുണകരമായി വരികയും ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ, അതായത് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, 9, 10, 11 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അതുപോലെ അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കർമ്മരംഗത്തുണ്ടായിരിക്കുന്ന ഇവരുടെ ചില ഇടിവുകളാണ്. അതല്ലെങ്കിൽ കർമ്മരംഗത്തുണ്ടായിരിക്കുന്ന ചില പ്രതിബന്ധങ്ങളും അതുപോലെ തന്നെ പിരിമുറുക്കമാർന്ന നിമിഷങ്ങളും ടെൻഷൻ, വളരെയധികം ടെൻഷൻ തരുന്ന ജോലിയുടെ ചില ഉത്തരവാദിത്വങ്ങളുമൊക്കെയാണ് ഇവരെ ഇപ്പോൾ കാത്തിരിക്കുന്നതും അല്ലെങ്കിൽ ഇവരിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും. എന്നാൽ പൊതുവേ ഇവർക്കിപ്പോൾ ഗുണം വരുന്നത് ഇവരുടെ ജന്മത്തിലേക്ക് ബുധൻ വന്നിരിക്കുന്നു. ബുധൻ ജന്മത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ലെങ്കിലും ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടകശനിയും രാഹുവും ഒക്കെ മോശപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്നത്. 3-ലെ ചൊവ്വയും കേതുവും ഇവർക്ക് ഗുണകരമാണ്. പ്രതിബന്ധങ്ങൾ എന്തുണ്ടെങ്കിലും, തടസ്സങ്ങൾ, വിഘ്നങ്ങൾ എന്തുണ്ടെങ്കിലും അതിനെ നേരിടാനുള്ള മനക്കരുത്ത് ഇപ്പോൾ ഇവർക്കുണ്ട്. അതിൻ്റെ ഊർജ്ജസ്വലതയും കാര്യപ്രാപ്തിയുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ദോഷങ്ങൾ ഇവരെ വലുതായി ബാധിക്കില്ല. ദോഷങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ആ ദോഷങ്ങളെ അതിജീവിക്കാനുള്ള മനഃശക്തി ഇവർക്കുള്ളതിനാൽ അതൊന്നും ഇവരെ സാരമായി നെഗറ്റീവായി ബാധിക്കുന്നതായി കാണുന്നില്ല. ബുധൻ ലഗ്നത്തിൽ, അതായത് ജന്മലഗ്നത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ലെങ്കിലും സ്വന്തം ക്ഷേത്രത്തിലായതിനാൽ ബുധൻ ഇവരുടെ വിദ്യാസംബന്ധമായ കാര്യങ്ങളിലും ഏതെങ്കിലും ഒക്കെ കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർക്ക്, ടെക്നിക്കലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കില്ലോ ഒക്കെ ഉള്ളവർക്ക് കൂടുതൽ ഗുണപരമായി തങ്ങളുടെ ആ കഴിവുകൾ അവരുടെ പ്രവർത്തന രംഗത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഗുണകരമായി വരുന്നു. സാമ്പത്തിക നേട്ടമുണ്ടാവുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി മികവ് ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഇവരുടെ അത്തരം കാര്യങ്ങളിൽ ഗുണമാണ്. ആഴ്ചയുടെ തുടക്ക ദിവസം അത്ര നല്ലതല്ലെങ്കിലും അടുത്തുള്ള ദിവസങ്ങൾ ഇവർക്ക് പൊതുവെ ഗുണകരമാണ്. ആഴ്ചയുടെ അവസാന ദിവസവും ആദ്യ ദിവസവും മാത്രമാണ് ഇവർക്കല്പം ദോഷകരമായി കാണുന്നത്. ആദ്യ ദിവസത്തിൽ ഇവർക്ക് സന്താനങ്ങളുടെ ദോഷാവസ്ഥയോ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ കാരണം തന്നെ മനസ്സിന് ഒരു ചെറിയ ഇടിച്ചിലോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാരണവുമില്ലാതെ ചിലപ്പോൾ സന്താനങ്ങൾക്ക് വലിയ ദോഷമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല, എന്നാൽ ഒരു കാരണവുമില്ലാതെ തന്നെ മനസ്സ് വിഷമിക്കാനുള്ളൊരു സാധ്യതയും ആഴ്ചയുടെ തുടക്ക ദിവസം കാണുന്നു. അതുപോലെ ആഴ്ചയുടെ അവസാന ദിവസം ശാരീരികമായ ചില അവശതകളും കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്തുള്ള ചില വാക്കുതർക്കമോ കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഇവരുടെ മനസ്സിനെ വേദനിപ്പിക്കാം. അപ്രതീക്ഷിതമായി നട്ടെല്ല് സംബന്ധമായോ അരക്കെട്ട് സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വസ്തിപ്രദേശം എന്ന് പറയുമ്പോൾ അരക്കെട്ടിൻ്റെ ഭാഗങ്ങൾ മുന്നിലായാലും പിന്നിലായാലും, അതായത് വയറിൻ്റെ ഭാഗവും നട്ടെല്ലിൻ്റെ ഭാഗങ്ങളും മൂലാധാരമൊക്കെ ഇരിക്കുന്ന സ്ഥലവുമൊക്കെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള അവശത അനുഭവിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ വിശ്രമത്തിൻ്റെ ദിവസങ്ങളാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കണം. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. രോഗത്തിൽ നിന്ന് മുക്തി, കലഹം, ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നു.
മൈത്രി ബന്ധങ്ങളിലാണ് മാറ്റം. വിവാഹ സംബന്ധമായോ പ്രണയ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ കലഹം ആഴ്ചയുടെ അവസാന ദിവസം അതല്പം മൂർച്ഛിക്കാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11, 12, 13 ആണ്. താരതമ്യേനയാണ് ഈ ദിവസങ്ങൾ ഗുണകരമായി നിൽക്കുന്നത്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലെ ശുക്രൻ അത്ര നല്ലതല്ല. 6, 7, 10ാം ഭാവങ്ങളിൽ ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നത് നല്ലതല്ല എന്നാണ് പ്രമാണം. എന്നാൽ 11ലെ സൂര്യൻ ഗുണകരമാണ്. അഷ്ടമത്തിലെ രാഹുവും 9ലെ ശനിയും ദോഷമാണ്. 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും കേതുവും ദോഷമാണ്. അപ്പോൾ ചൊവ്വ 2ൽ സഞ്ചരിക്കുമ്പോൾ മുഖം, വാക്ക് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം വാക്ക് തന്നെ ചിലപ്പോൾ, സ്വന്തം നാവ് തന്നെ ചിലപ്പോൾ ശത്രുവായി മാറാനുള്ള സാധ്യതയുണ്ട്. കലഹം, അതുപോലെ തന്നെ വിവാദ വിഷയങ്ങൾ, പരാമർശിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞ് ആ വിഷയത്തെയും അതുപോലെ തന്നെ ആ വിഷയത്തിന് ആധാരമായ വസ്തുതകളെയും ഒക്കെ വിഷമയമാക്കാനും അതിൽ നിന്ന് കലഹമോ പ്രശ്നങ്ങളോ കേസോ ഉണ്ടാവാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിക്കുക. മുഖം ശ്രദ്ധിക്കണം. അപകട സാധ്യതകൾ. കേതുവും ചൊവ്വയും ഒരുമിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അഗ്നികാരകനാണ് ചൊവ്വ. അഗ്നി രാശിയിലാണ്, സൂര്യൻ്റെ രാശിയിലാണ് നിൽക്കുന്നത്. കേതുവിനെ ധൂമകേതു എന്നൊരു അവസ്ഥ കൂടിയുണ്ട്. പൊള്ളൽ, അതുപോലെ തന്നെ ഇടിമിന്നൽ, ഇതിൻ്റെയൊക്കെ ആളായി സങ്കല്പിക്കാം നെഗറ്റീവായി നിൽക്കുമ്പോൾ. 2 അത്ര നല്ലതല്ല ദോഷഗ്രഹങ്ങൾക്ക്. അപ്പോൾ വാക്കാണ് ഇവിടെ പ്രധാനമായും പ്രശ്നമാകാൻ സാധ്യത. പിന്നെ മുഖം വളരെ ശ്രദ്ധിക്കണം. ഈ അപകട സാധ്യതകൾ മുഖത്തിനുണ്ട്. തീ, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ മുഖത്ത് ഭാരമുള്ള വസ്തുക്കളൊന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഭാരമുള്ള വസ്തു തലയിൽ എടുത്തുകൊണ്ട് പോകുമ്പോഴോ ഭാരമുള്ള വസ്തുക്കൾ എന്തെങ്കിലും തലയിലോ മുഖത്തോ വീഴുമ്പോഴോ ഒക്കെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ചിന്തിക്കണം. ഇതൊന്നും അതും സംഭവിക്കുമെന്നല്ല, പക്ഷേ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ, അതുകൊണ്ട് പറയുന്നു. അതിനൊക്കെ സാധ്യതകളുണ്ട്. അതുപോലെ പിതാവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവാം. പിതാവിന് ആരോഗ്യ സംബന്ധമായ കുഴപ്പങ്ങളുണ്ടാവാം, തർക്കങ്ങളുണ്ടാവാം. ഗുരുസ്ഥാനത്തുള്ളവരെയും കാരണവസ്ഥാനത്തുള്ളവരുമായൊക്കെ വഴക്കിടാനോ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ മനസ്സ് വിഷമിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഇവർക്ക് നല്ല വിജയം കാണുന്നു. 2ാം ഭാവാധിപൻ 11ൽ നിൽക്കുന്നത് സാമ്പത്തികമായി വളരെ നല്ലതാണ്. ധനപരമായി എങ്ങനെയും ഇവരുടെ കാര്യങ്ങൾ നടന്നു പോകും കർക്കിടകക്കൂറിൻ്റെ. അത് വലിയ ദോഷമല്ല. 12ൽ പോയി വ്യാഴം നിൽക്കുന്നത് കൊണ്ട് അധിക ചെലവുണ്ടെങ്കിലും ഇതൊന്നും ഇവർ അറിയാതെ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഈ അഷ്ടമത്തിൽ ശനി നിന്നപ്പോൾ കർക്കിടകക്കൂറുകാരെക്കുറിച്ച് വളരെ ദയനീയമായി പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 9ൽ പോയപ്പോഴും ഇങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിക്കും. ശനി ശരിക്കും 3, 6, 11 ഭാവങ്ങളിൽ ആണ് ഏറ്റവും നല്ലത്. അതിൽ അഷ്ടമവും ജന്മവും വളരെ മോശമാണ്. അഷ്ടമത്തിൽ നിന്ന് 9ൽ പോയപ്പോൾ 8ൽ നിൽക്കുന്ന, അഷ്ടമത്തിൽ നിൽക്കുന്ന ദോഷങ്ങൾ ഉണ്ടാവില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. 9ൽ അത്ര നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. താരതമ്യേന ബെറ്റർ എന്നേ പറയാൻ പറ്റൂ. അതായത് 8നേക്കാൾ ഗുണം എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഭാഗ്യത്തിന് തടസ്സവും ഈശ്വരാധീനക്കുറവും പ്രാർത്ഥിക്കാനുള്ള മനസ്സിൻ്റെ താല്പര്യമില്ലായ്മയും ഒക്കെ ചിന്തിക്കണം. 9ാം ഭാവം പിതാവിനും ദോഷമാണ്. യാത്രാ തടസ്സം, ഉപരിപഠനത്തിന് തടസ്സം, ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ ഈ 18ാം തീയതി മെയ് 18 മുതൽ രാഹു 8ലോട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവർക്ക് ഗുണമില്ലേ എന്ന് ചോദിച്ചാൽ അഷ്ടമത്തിൽ നിൽക്കുമ്പോഴും ഇവർ പിടിച്ചു നിന്നില്ലേ? അതായത് മാർച്ച് 29 മുമ്പും. ഇപ്പോൾ അത്രയും കാഠിന്യമില്ലാത്ത, കുറച്ചുകൂടെ കാഠിന്യം കുറഞ്ഞ ഒരാൾ പാപരാശിയിലേക്ക് തന്നെ വന്നിരിക്കുന്നു, അതായത് രാഹു. അപ്പോൾ സ്വാഭാവികമായും ഇവർ ചിന്തിക്കേണ്ടത് ഇതിനെയും ഇവർ മറികടക്കും, ഈ കാലവും കടന്നു പോകും എന്ന് പറഞ്ഞതുപോലെ ഇതിനെയും ഇവർ മറികടക്കും. പക്ഷേ അവശതകളും ദുരിതങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഉണ്ടാകാം. കൃത്യമായി പ്രാർത്ഥിക്കുക. അതുപോലെ 2ാം ഭാവാധിപൻ 11ൽ നിൽക്കുന്നത് കൊണ്ട് ഈ ആഴ്ച ഇവർക്ക് എന്തായാലും മഹാദേവൻ്റെ അനുഗ്രഹമുണ്ട്. ധനപരമായും ആരോഗ്യപരമായുമൊക്കെ അനുഗ്രഹമുണ്ട്. പിന്നെ പൊതുവേ 20-25 ദിവസം കഴിയുമ്പോൾ ശുക്രൻ 11ലോട്ട് വരും. സ്വന്തം രാശിയിലാണ്, അപ്പോൾ മാറ്റം വരും. ശുക്രൻ 12ലും ഗുണമാണ്. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾ മാറി മാറി വരുമ്പോൾ അതിൻ്റേതായ ഗുണം ഉണ്ടാകും. അപഹാരവും ദശയും നല്ലതാണെങ്കിൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഒന്നിനെയും കൂടുതൽ അങ്ങ് അവലംബിച്ചുകൊണ്ട് ഇത് മാത്രമേ നടക്കൂ അങ്ങനെയില്ല. പല പല കാര്യങ്ങൾ പല പല അവസ്ഥകളിലൂടെ കടന്നു വരുമ്പോഴാണ് കൃത്യമായ ഒരു ഇത് പറയാൻ സാധിക്കുക. എന്നാൽ പോലും അവിടെയും ചില വേഗ അവസ്ഥകളുണ്ട്, അത് മനസ്സിലാക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14 ആണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 7ൽ രാഹു, ജന്മത്തിൽ കേതു, അഷ്ടമത്തിൽ ശനി,
9-ൽ ശുക്രൻ ഇവർക്ക് ഗുണമാണ്. 10-ലെ സൂര്യനും ഗുണമാണ്. 11-ൽ വ്യാഴവും ബുധനും നിൽക്കുന്നു, അതും ഗുണമാണ്. ബുധനും വ്യാഴവും ശത്രുക്കളാണെങ്കിലും ബുധൻ അവിടെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു, സ്വക്ഷേത്ര ബലവാൻ എന്നുള്ള ഒരു ഗുണം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കറിയാവുന്ന മേഖലയിൽ വളരെ നന്നായി ശോഭിക്കാൻ ഇവർക്ക് സാധിക്കും. ബുദ്ധിപരമായി കാര്യങ്ങളോട് ഇടപെടാൻ സാധിക്കും. സാമ്പത്തികമായിട്ടൊട്ടും ദോഷം കാണുന്നില്ല. ബുധൻ സ്ഥാനം കൊണ്ട് ഇഷ്ടനല്ലെങ്കിലും ഭാവം കൊണ്ട് 11-ൽ ഇഷ്ടനാണ്. സൂര്യൻ 10-ൽ നിൽക്കുന്നത് സൂര്യനും ശത്രു രാശിയിലാണ്. പക്ഷേ ഭാവം കൊണ്ട് 10-ാം ഭാവം ജന്മലഗ്നാധിപൻ കൂടിയായ സൂര്യന് ഗുണമാണ്. ശുക്രനും നിൽക്കുന്നത് സമൻ്റെ രാശിയിലാണ്. ചൊവ്വയുടെ രാശികൾ അത്ര ഇഷ്ടമൊന്നുമല്ല ശുക്രന്. സമനാണ്, ബന്ധുവല്ല ശത്രുവുമല്ല, സമനാണ്. അപ്പോൾ സമൻ്റെ രാശിയിൽ പോയി ശുക്രൻ നിൽക്കുമ്പോൾ ശുക്രനും ഒരു 60% ഗുണം നൽകും. പിന്നെ ശുക്രൻ 9-ൽ പുരുഷ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് രൗദ്രഭാവത്തിലുള്ള ഭഗവതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് അവരുടെ കുടുംബ ഭരദേവതയുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ ദേവീഭാവം വളരെ ശക്തമായി നിൽക്കുന്നതിനാൽ ഈ ആസുരമായ ദോഷങ്ങൾക്കൊക്കെ, അതായത് രാഹുവിൻ്റെയും ശനിയുടെയും ദോഷാവസ്ഥകളെ മറികടക്കാൻ സാധിക്കും. സാമ്പത്തികം ആണ് ശുക്രൻ, അതുപോലെ കഴിവ്, ആരോഗ്യം, ഇതൊക്കെയാണ് ശുക്രൻ പ്രധാനമായും തരിക. അപ്പോൾ കഴിവിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ മറികടക്കാൻ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്ന ലേശം പുരുഷ സ്വഭാവമുള്ള ശുക്രന് സാധിക്കും. ശുക്രൻ അത് ഈ ചിങ്ങക്കൂറിന് സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ പ്രതിബന്ധങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറാൻ ഇവർക്ക് സാധിക്കും. അവരുടെ കർമ്മത്തിൽ അവർക്ക് നീതിയുക്തമായ ഒരു തെളിമയുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മരംഗം ശുദ്ധമാകുകയും കൃത്യമായ സാമ്പത്തികം അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. 11-ൽ നിൽക്കുന്ന ബുധനും വ്യാഴവും അത് കാണുന്നു. അപ്പോൾ പിന്നെ എന്താണ് പൂരം അല്ലെങ്കിൽ ചിങ്ങം കൂറുകാർക്ക്, മകം, പൂരം, ഉത്രം, ആദ്യം കാൽഭാഗക്കാർക്ക് ദോഷം? ഇവിടെ രാഹു അപവാദമുണ്ടാകും. ചെയ്യാത്തത് ചെയ്തുവെന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞു നടക്കാനുമൊക്കെ ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ അഷ്ടമത്തിൽ ശനി, ഇത്തരം കാര്യങ്ങൾ ഏറ്റുപാടാൻ ആൾക്കാരുണ്ടാകും. ഇതുകൊണ്ട് മനസ്സിന് വിഷമവും ആശങ്കകളും ഉണ്ടാകും. ചൊവ്വ നിൽക്കുന്നതിനാൽ ശരീരത്തിന് അപകടം, അഗ്നിഭയം, രോഗാവസ്ഥകൾ, അണുബാധ ഇതൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ശരീരം നന്നായി സൂക്ഷിക്കണം. ഒന്നാമത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എപ്പോഴും അസുഖം വരുത്താൻ തക്കവണ്ണമുള്ള ഒന്നാണ്. അതുപോലെ പാൻഡമിക് ഡിസീസുകൾ വീണ്ടും തലപൊക്കുന്നു എന്ന് ന്യൂസുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഗ്രഹങ്ങൾ ലഗ്നത്തിലോ ശരീരത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും വളരെ ശ്രദ്ധ തന്നെ വേണം, ബോധം വേണം. തങ്ങളുടെ രോഗവും തങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ ആരോഗ്യവുമൊക്കെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് നിർത്തണം എന്നുള്ളൊരു ചിന്ത, ബോധ മനസ്സിലുണ്ടാവുക തന്നെ വേണം. അതിന് പിന്താങ്ങലായി ഈശ്വരൻ്റെ ഭജന, ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, പിന്നെ 14 ആണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ൽ വ്യാഴം, ബുധൻ. 10-ലെ ബുധൻ നല്ലതാണ്. 9-ലെ സൂര്യൻ അത്ര നല്ലതല്ല. അപ്പോൾ അവിടെ ശത്രുരാശിയിൽ നിൽക്കുന്നതിൻ്റെ ദോഷവശങ്ങൾ ചിന്തിക്കണം. പിതാവിന് ദോഷമുണ്ടാകാം. അഷ്ടമത്തിൽ ശുക്രൻ ദോഷമൊന്നും ചെയ്യില്ല, ഗുണമാണ്. 7-ലെ ശനി കണ്ടകൻ. 6-ലെ രാഹു 3, 6, 11 രാഹുവിന് വലിയ ദോഷമൊന്നും ചെയ്യില്ലെങ്കിലും ഉദരസംബന്ധമായ രോഗമോ പ്രശ്നമോ ഉണ്ടാകാം. അകലത്തിൽ നിൽക്കുന്ന നിഴല് പോലെയുള്ള ശത്രുക്കൾ നമ്മെ ഭയപ്പെടുത്താം, അതായത് കന്നിക്കൂറിനെ. അതുകൊണ്ട് എവിടെയോ ഒരു ശത്രു ഉണ്ട് എന്നുള്ളൊരു ചിന്ത മനസ്സിനെ ആശങ്കപ്പെടുത്താം. 12-ലാണ് ചൊവ്വയും കേതുവും. അപ്പോൾ 12-ൽ ചൊവ്വയും കേതുവും നിൽക്കുമ്പോൾ ശാരീരികമായ അവശത, അപകട സാധ്യതകൾ ഇവർക്കുമുണ്ട്. കേതു 12-ൽ നിൽക്കുന്നതും അത്ര നല്ലതല്ല. സൂര്യൻ്റെ രാശിയിലാണ്. നയനരോഗം, നേത്രരോഗം ഉണ്ടാകാനുള്ള സാധ്യത. ഹൃദയം, കണ്ണ്, അതുപോലെ തന്നെ ഞരമ്പുകൾ, ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. 7-ൽ ശനി നിൽക്കുമ്പോൾ കണ്ടകനാണ്, 7ാം ഭാവമാണ്, നിവൃത്തി സ്ഥാനമാണ്, ഭാര്യ ഭർത്തൃബന്ധമാണ്, ദാമ്പത്യമാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം 7 കൊണ്ട് ചിന്തിക്കണം. വിദേശയാത്ര ചിന്തിക്കണം, സത്പ്രവൃത്തികൾ ചിന്തിക്കണം, ജോലിയുടെ ഭാഗങ്ങൾ ചിന്തിക്കണം. അങ്ങനെ പലതും ചിന്തിക്കുമ്പോൾ 7ൻ്റെ നിവൃത്തി സ്ഥാനം വളരെ വലുതാണ്. അവിടെ കണ്ടകശനിയാണ് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാൽ കുറച്ചൊക്കെ ആശ്വാസം എന്ന് ചിന്തിക്കുമെങ്കിലും ഫലത്തിൽ പലർക്കും കണ്ടകൻ ശനി ഉള്ളവർക്ക് പലർക്കും അതിൻ്റേതായ ചെറിയ ചെറിയ പൊല്ലാപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാദവസനെ ശനി എന്നാണ് പ്രമാണം. നിവൃത്തി സ്ഥാനങ്ങളിൽ ഒന്നാണ് പ്രാഥമികമായ മനുഷ്യൻ്റെ ചലനം. ആ ചലനത്തെ ബാധിക്കുന്ന തരത്തിൽ വാദസംബന്ധമായ പ്രശ്നങ്ങളോ ശരീരത്തിലേക്കുള്ള രക്തചംക്രമണത്തിനുള്ള അപാകതകളോ ഒക്കെ ഉണ്ടാവാം. അതിന് സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിൽ നോക്കുമ്പോൾ അവർക്ക് തുടക്ക ദിവസം അത്ര നല്ലതല്ലെങ്കിലും നേർപകുതിക്ക് തൊട്ടടുത്ത്, ആഴ്ചയുടെ ആദ്യ പകുതിക്ക് തൊട്ടടുത്തുള്ള ദിവസങ്ങൾ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ വളരെ ഗുണകരമാണ്.
ഊർജ്ജസ്വലതയും സാമ്പത്തികമായി കാര്യങ്ങൾ നേടാനുള്ള മനസ്സിൻ്റെ ശക്തിയും ശരീരത്തിൻ്റെ പ്രാപ്തിയും കൃത്യമായ ഒരളവിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകുന്നു. പൊതുവേ അവർക്ക് അവരുടെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. എന്നാൽ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. സന്താനത്തിന് അത്ര നല്ലതല്ല. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ മാതാവിന് അത്ര നല്ലതല്ല. ഇവർ വാഹനം ഓടിക്കുന്നതും ആഴ്ചയുടെ രണ്ടാം പകുതി വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. പൊതുവേ 12-ൽ ചൊവ്വയാണ്, കണ്ടകശനിയുമുണ്ട്. വാഹനം ഇതൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കണം. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചക്രവാഹനം ഓടിക്കുമ്പോൾ കാലിന് ഒക്കെയും തലയ്ക്കുമൊക്കെയും അപകട സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് അത് കൃത്യമായി സൂക്ഷിക്കാൻ പറയുന്നത്. മണിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസം കഴിഞ്ഞാൽ പിന്നീടുള്ള 3 ദിവസങ്ങൾ വളരെ നല്ലതാണ്. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ നല്ലതാണ്. ആഴ്ചയുടെ രണ്ടാം പകുതി ആണ് ഇവർക്ക് ദോഷം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ അത്ര നല്ലതല്ല. അത് മാതാവിനോടൊത്തുള്ള യാത്ര ചെയ്യുന്നതും വാഹനാപകട സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്കും അത്ര നല്ലതല്ല ആഴ്ചയുടെ അവസാന ദിവസം. പൊതുവേ ഇവരുടെ ശാരീരികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ തുട, കാൽമുട്ട് ഭാഗങ്ങൾ ശ്രദ്ധിക്കണം, പാദവും ശ്രദ്ധിക്കണം. ഇവിടെയാണ് അപകട സാധ്യതകൾ കൂടുതലായിട്ട് ഇവർക്ക് കാണുന്നത്. വാദസംബന്ധമായ അസുഖമുള്ളവർക്ക് ഈ സമയത്ത് അത് വർദ്ധിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ഈ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് കാലിലേക്കൊക്കെയുള്ള രക്തപ്രവാഹത്തിന് കുറവ് വരാം, അത് പ്രശ്നങ്ങളുണ്ടാകാം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നേരത്തെ തന്നെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വേണം. അതേ ഇവർക്ക് പറയാനുള്ളൂ. പ്രധാനമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 9, 10, 11 ആണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ൽ വ്യാഴം, അഷ്ടമത്തിൽ സൂര്യൻ, 7-ൽ ശുക്രൻ, 6-ൽ ശനി, 5-ാം ഭാവത്തിൽ രാഹു, 11-ൽ ചൊവ്വയും കേതുവും. 11-ലെ ചൊവ്വയും കേതുവും എന്തായാലും നല്ലതാണ്. അധികാരികളുമായി ബന്ധപ്പെട്ടോ സർക്കാരുമായി ബന്ധപ്പെട്ടോ ഒക്കെ പണം വരാനുള്ള സാധ്യത, വിദേശത്തു നിന്ന് ധനം വരാനുള്ള സാധ്യത. 7-ലെ ശുക്രൻ ചാരവശാൽ നല്ലതല്ല. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വരികയോ കലഹമുണ്ടാവുകയോ ചെയ്യാം ദമ്പതികൾ തമ്മിൽ. അതുപോലെ തന്നെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ചില സംശയങ്ങൾ ചിലപ്പോൾ പരസ്പരം അവർക്കുണ്ടാകാം. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു കൊള്ളണം. എന്നാൽ ഇവർക്ക് ഈശ്വരാധീനം നല്ലവണ്ണം ഉള്ളതുകൊണ്ടും സാമ്പത്തികമായ ഗുണം ഇപ്പോൾ ഇവർക്ക് വരും. അതുപോലെ കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തെളിയും. ഇവരുടെ കൂടെയുള്ള സഹപ്രവർത്തകരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഇളയ തലമുറയോ ഒക്കെ ചേർന്ന് കൂടുതൽ ബുദ്ധിപരവും പ്രായോഗികവുമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് തടസ്സങ്ങളെയൊക്കെ മാറ്റി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ആശങ്കകൾ തന്നിരുന്ന രംഗം, ആശങ്കകൾ തന്നിരുന്ന കാര്യങ്ങൾ, ആ ആശങ്കകളൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. കടബാധ്യതയിൽ നിന്ന് മോചനം, പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടന്നിരുന്നുവെങ്കിൽ ആ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സമെല്ലാം മാറി മുന്നോട്ട് പോകാനുള്ള അവസ്ഥ, കടബാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ വസ്തുക്കൾ മറ്റുള്ളവർ വാങ്ങിയിട്ട് തരാതിരിക്കുകയോ അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന വിഷമങ്ങളോ ഒക്കെ മാറാനുള്ള സാധ്യത, മനസ്സിൽ അകാരണമായ ഭയം, ഇതൊക്കെയാണെങ്കിലും ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ മാറിയിട്ടേ ഉള്ളൂ. അല്പം സ്ലോയിലായിരിക്കും ഈ വിജയവും ഭാഗ്യവും ഒക്കെ വരുന്നത്. ആ വരുന്നതിൻ്റെ താമസം കൊണ്ടൊക്കെ ചില ആശങ്കകൾ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം 5-ലെ രാഹു ഇവരെക്കുറിച്ച് ആശങ്കാഭരിതരാണിപ്പോൾ എന്ന് പറയുന്നത്. ശുക്രൻ 7-ൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ മാത്രമാണ് ദോഷം, മറ്റു കാര്യങ്ങളിലല്ല. അത് 7-ൽ സഞ്ചരിക്കുമ്പോൾ ദമ്പതികൾ തമ്മിൽ പ്രശ്നമോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ദാമ്പത്യം തന്നെ ആവണമെന്നില്ല, ഒരു സൗഹാർദ്ദമാവാം, അതിലെന്തെങ്കിലും വിഷമം വരാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവരുടെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളിൽ എന്തെങ്കിലും കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം. അഷ്ടമത്തിലെ സൂര്യൻ ആരോഗ്യ സംബന്ധമാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാരുടെ പിതാവിനോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ സാമ്പത്തികം നല്ലവണ്ണം വരും ഈ ആഴ്ച. ഈ ആഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. സാമ്പത്തിക കൃത്യമായിട്ട് വരാനുള്ള സാധ്യത, വിദേശത്തുനിന്ന് ധനസഹായം വരാനുള്ള സാധ്യത, പ്രവർത്തനങ്ങളിൽ നിന്ന് വിജയമുണ്ടാകാനുള്ള സാധ്യത, ധനപരമായ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, പിന്നെ 12, 13 ആണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിലെ ബുധൻ ദോഷമൊന്നുമല്ല, സ്വന്തം രാശിയിൽ കൂടിയാണ്. വളരെ അപ്രതീക്ഷിതമായ ചില വിജയങ്ങൾ ഇപ്പോൾ ഇവർക്കുണ്ടാവാം. 10-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും നിൽക്കുന്നു. കേതു 10-ൽ അത്ര നല്ലതല്ലെങ്കിലും ഈ കേതുവിൻ്റെ കൂടെ വരുന്ന ചൊവ്വ
കുറച്ചുകൂടി ബന്ധുക്ഷേത്രത്തിൽ കൂടി നിൽക്കുകയാണ്. സൂര്യനും ചൊവ്വയും പരസ്പരം ബന്ധുക്കളായതിനാൽ അതുകൊണ്ട് തന്നെ പാപത്വം ഉണ്ടെങ്കിൽ പോലും 10ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ, അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി, ഇതൊന്നും തന്നെ കർമ്മരംഗത്തിന് തടസ്സമുണ്ടാക്കുന്നില്ല. വൈതരണികൾ ഉണ്ടാകാം, വിഷമഘട്ടങ്ങൾ ഉണ്ടാകാം, പക്ഷേ മനസ്സിൻ്റെ ഊർജ്ജസ്വലത കൊണ്ടും ശരീരത്തിൻ്റെ നല്ല പ്രാപ്തി കൊണ്ടും അതിനെ അതിജീവിക്കാൻ പറ്റും. ഒരു ചെറിയ പരാജയം വരുമ്പോൾ അയ്യോ ഞാനിനി ഇല്ലേ എന്നും പറഞ്ഞ് പോകുന്ന ഒരവസ്ഥയല്ല 10ൽ നിൽക്കുന്ന ചൊവ്വ. അതുകൊണ്ടാണ് ചൊവ്വ 10ൽ നിൽക്കുന്നവർ മിലിറ്ററി, പോലീസ് ഓഫീസർ, സർജൻ, മികച്ച ഭരണാധികാരിയൊക്കെ ആവുന്നത് ചൊവ്വ ബലത്തോടെ നിന്നാൽ. അങ്ങനെയുള്ള ചൊവ്വ ഇവിടെ ചാരവശാൽ 10ൽ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ ആ ചൊവ്വ തീർച്ചയായിട്ടും പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് കൊടുക്കും. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈശ്വരാധീനക്കുറവും ഭാഗ്യക്കുറവുമുണ്ട്. ഭാഗ്യക്കുറവിനെ പേടിച്ച് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വൈമുഖ്യത്തോടെ മാറി നിൽക്കുന്നില്ല ഇവർ. പ്രവർത്തന വൈമുഖ്യം, അതായത് വിമുഖത കാണിക്കുന്നില്ല, ആഭിമുഖ്യം ആണ് കാണിക്കുക. അതായത് കൂടുതൽ പ്രവർത്തിക്കാൻ, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഇടപെടാൻ ഇവർക്ക് സാധിക്കും കർമ്മരംഗത്ത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഇവർക്ക് ചൊവ്വയുടെ 10ലെ നില ഗുണമാണ്. കേതു 10ൽ നിൽക്കുന്നതും പ്രവർത്തന രംഗത്ത് തടസ്സമോ പ്രശ്നമോ ഉണ്ടാക്കുമെങ്കിലും കഴിവ് ഉപയോഗിക്കാൻ സാധിക്കും. രാഹു 10ലേക്ക് നോക്കുന്നതും 3ഉം 6ഉം 11ഉമാണ് രാഹുവിന് ഗുണമെങ്കിലും 10ൽ ഒരു വിശേഷാൽ ഗുണം പറയുന്നുണ്ട്. പൂർണ്ണ അഭിപ്രായം പലരുടെയും ഇല്ലെങ്കിലും 10ലെ രാഹുവിന് വിശേഷ ബുദ്ധി കൊണ്ടും വേറിട്ട ബുദ്ധി കൊണ്ടും തിളങ്ങാൻ സാധിക്കും 10ലെ രാഹു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും വൈദ്യന്മാർക്ക്, വിഷ ചികിത്സ നടത്തുന്നവർക്ക്, ലോഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ, മജീഷ്യൻ ഇങ്ങനെയുള്ളവർക്കൊക്കെ, അതായത് കുറച്ച് കാപട്യം ചേരുന്ന അവസ്ഥ. കാപട്യം എന്ന് പറയുമ്പോൾ അതിനെ തെറ്റായി ധരിക്കേണ്ട. ഉള്ളതിനെ ഇല്ല എന്ന് പറയുകയും ഇല്ലതിനെ ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് പറയുന്നവരുമാണ് മജീഷ്യൻസ്. അവർ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കുകയാണ്, നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും രാഹു 2ൽ നിൽക്കുകയോ 10ൽ നിൽക്കുകയോ ചെയ്യുന്നവർക്ക് അതിന് സാധിക്കും. അതുപോലെ തന്നെ ഒരു രോഗാവസ്ഥയിൽ നിന്ന് മനസ്സിൻ്റെ ശക്തി കൊണ്ടും വാക്കിൻ്റെ ശക്തി കൊണ്ടും ആ രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് രോഗികളെ രക്ഷിക്കാനുള്ള വൈദ്യൻ്റെ കഴിവ് രാഹു 10ൽ നിൽക്കുമ്പോൾ പ്രത്യേകമായൊരു സിദ്ധി സമ്മാനിക്കുമെന്ന് പറയാറുണ്ട്. അതെന്തായാലും ഇവിടെ സാധിക്കുന്നുണ്ട്. ഇവിടെ ആ കോമ്പിനേഷനാണ് കാണുന്നത്. പാപഗ്രഹം എന്ന് പറഞ്ഞ് പേടിച്ച് 3 പാപഗ്രഹങ്ങളുടെ സാന്നിധ്യം 10ലുണ്ട്, എൻ്റെ കർമ്മരംഗം മോശമാകും എന്ന് ചിന്തിക്കേണ്ട. ഇവർക്ക് ഇപ്പോൾ ഈശ്വരാധീനക്കുറവുണ്ട്, അത് പ്രത്യേകമായി ചിന്തിച്ചുകൊള്ളണം. പക്ഷേ അഷ്ടമത്തിലെ ബുധൻ കഴിവനുസരിച്ച് കൃത്യമായി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. 7ലെ സൂര്യൻ ശ്രദ്ധിക്കണം, 6ലെ ശുക്രനും ശ്രദ്ധിക്കണം. ശുക്രൻ 6ൽ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുമ്പോഴും സൂര്യൻ 7ൽ നിൽക്കുമ്പോഴും ദാമ്പത്യ കലഹം പറയുന്നുണ്ട്. ദാമ്പത്യ കലഹം എന്നാൽ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കലാകാം, അഭിപ്രായ വ്യത്യാസങ്ങളാകാം. എവിടെയാണതില്ലാത്തത്? ഏത് വലിയ പ്രണയത്തിൻ്റെ സാക്ഷാത്കാരം നടന്നാലും വിവാഹ ജീവിതത്തിൻ്റെ പരുക്കൻ വശങ്ങളിൽ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ എല്ലായിടത്തും ഉണ്ടാകും. 24 മണിക്കൂറും പ്രണയിച്ചുകൊണ്ട് മരം ചുറ്റി പാട്ടും പാടി ഒരു ദാമ്പത്യവുമില്ല. അതൊക്കെ തെറ്റായ ധാരണകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 7ൽ സൂര്യൻ നിൽക്കുമ്പോഴും ശുക്രൻ 6ൽ നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകും. അതൊന്നും പ്രണയ നിഷേധമോ ജീവിതത്തിനോട് പുറംതിരിഞ്ഞ് നിൽക്കലോ അല്ല. അത് രണ്ട് ബുദ്ധികൾ തമ്മിൽ ചേരുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. സ്വാഭാവികമായി അതിവിടെ ഉണ്ടാകാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലോവർ അബ്ഡമിൻ ഭാഗത്ത് അൾസറേഷൻ പോലുള്ള അസുഖങ്ങൾ, ഉൾച്ചൂട് വർദ്ധിക്കൽ, മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകൽ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. 4ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ മാതാവിനും അത്ര നല്ലതല്ല. വാഹനം വളരെ സൂക്ഷിച്ചു ഓടിക്കണം. പരിസരവും അന്തരീക്ഷവും മാലിന്യമുക്തമാക്കി നിർത്താൻ ശ്രദ്ധിക്കണം. അണുബാധയുണ്ടാവാം അതിൽ നിന്നൊക്കെ. പ്രത്യേകിച്ചും വാഹനത്തിൽ നിന്നും തങ്ങുന്ന ഇടങ്ങളെല്ലാം പരിസര ശുദ്ധമാക്കുക. 5ൽ ശനി കാര്യങ്ങൾക്കെല്ലാത്തിനും താമസമുണ്ടാകുമെങ്കിലും മനസ്സിൽ വൈഷമ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും എല്ലാം താമസിച്ചാണെങ്കിലും നേടാൻ സാധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസം അത്ര നല്ലതല്ലെങ്കിലും തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ഊർജ്ജസ്വലമായി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാനും അതിൽ നിന്ന് സാമ്പത്തിക ഭദ്രത എന്ന റിസൾട്ട് കിട്ടാനും ഇവർക്ക് സാധിക്കും. നല്ല ദിവസങ്ങൾ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 9, 10, 11 പിന്നെ 14. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 3ലെ രാഹു നല്ലതാണ്. 4ൽ ശനി കണ്ടകൻ. എന്നാൽ 7ൽ വ്യാഴം നിൽക്കുന്നു. 7ലെ ബുധൻ അത്ര നല്ലതല്ല. 2, 4, 6, 8, 10, 11 ഇതാണ് ചാരവശാൽ ബുധന് ഗുണം കാണുന്നത്. ശുക്രൻ 5ൽ നിൽക്കുന്നത് ഗുണമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 5ൽ നിൽക്കുന്ന ശുക്രനും 6ൽ നിൽക്കുന്ന സൂര്യനും ഗുണമാണ് ചെയ്യുന്നത്. 7ലെ വ്യാഴവും വളരെ ഗുണത്തെ ചെയ്യും. 7ലെ വ്യാഴം ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. പല കാര്യങ്ങളും ഓപ്പണാകുന്നു, തുറന്നു കിട്ടുന്നു. തടസ്സങ്ങൾ മാറി തുറന്നു കിട്ടുന്നു, പുരോഗതി പ്രാപിക്കുന്നു. ദാമ്പത്യത്തിൽ കുറച്ചുകൂടി ഗുണമുണ്ടാകുന്നു. ഒന്നുകിൽ ദാമ്പത്യത്തിൽ ആരാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അയാളുടെ പ്രശ്നങ്ങൾക്കൊരു അറുതി വരുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള വ്യക്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റൊരു ബന്ധത്തിലേക്ക് കടക്കാനോ മറ്റൊരു ആശ്വാസം ലഭിക്കാനോ സാധ്യമാകുന്നു.
അതാണ് ഒന്നാമതേ ബുധനും വ്യാഴവും ഒരുമിച്ച് വന്ന ഡ്യുവൽ ആക്ഷനാണ്. അത് വൈവാഹിക ഭാവമായ ദാമ്പത്യ ഭാവമായ 7-ലാവുമ്പോൾ അവിടെ 2 എന്ന അവസ്ഥയുണ്ടാകാം. 2 എന്ന അവസ്ഥ ഒരാൾ തന്നെ വ്യക്തിപരമായി മാറിയാൽ അത് 2ആയി. മനസ്സുകൊണ്ട് അതുവരെ കലഹിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയും ഏതെങ്കിലുമൊക്കെ ലഹരിക്ക് അടിപ്പെട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തും ജീവിത പങ്കാളിയെ വിഷമിപ്പിച്ചു കൊണ്ടിരുന്ന വ്യക്തിക്ക് മാറാം. അതല്ലെങ്കിൽ അയാൾ അത് തന്നെ തുടരുന്നെങ്കിൽ ഈ വ്യക്തിക്ക്, ഈ ധനുക്കൂറിൽപ്പെട്ട വ്യക്തിക്ക് അതിൽ നിന്ന് മാറാം. എനിവേ അതൊരു ഗുണത്തിൻ്റെ അവസ്ഥ കാണിക്കുന്നുണ്ട്. പിന്നെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് കടബാധ്യതയിൽ നിന്ന് മോചനവും സാമ്പത്തികമായി ഇവർക്ക് എന്തെങ്കിലും അലച്ചിലുണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റവും ഉണ്ടാക്കുന്നു. എന്നാൽ ശത്രു ഭയം, പിതാവിന് അരിഷ്ടത, ഇവരുടെ തന്നെ ഉദരസംബന്ധമായ രോഗം ഇതൊക്കെ വർദ്ധിക്കാം. അല്ലെങ്കിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം. അലർജി, അതുപോലെ തന്നെ ഇൻറ്റേർണൽ അൾസറേഷൻ, രോഗാതുരമായ ആശങ്കകൾ മൂലം എപ്പോഴും ഒരു എരിച്ചിൽ പോലെയൊക്കെ തോന്നിക്കുക, ഈ അവസ്ഥകളൊക്കെ ഉണ്ടാകാം. 5-ലെ ശുക്രൻ ഇവർക്ക് കുറച്ചുകൂടി മനസ്സ് സൗന്ദര്യപരമായൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. കൃത്യമായി അവരുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന തരത്തിൽ സൗഹാർദ്ദങ്ങൾ ഉണ്ടാകുന്നു, മനസ്സിന് സന്തോഷമുണ്ടാകുന്നു, ഇതൊക്കെ കാണുന്നുണ്ട്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം. പ്രണയഭാവം കൂടി 5 കൊണ്ട് ചിന്തിക്കണം. ശുക്രൻ അവിടെ നിൽക്കുന്നു. ശുക്രൻ പ്രണയത്തിൻ്റെ ആശാനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ, അതും ചൊവ്വയുടെ രാശിയിൽ നിൽക്കുമ്പോൾ അതിന് ആരുടെയെങ്കിലും നിയന്ത്രണമോ സഭ്യതയോ ഒന്നും ചിന്തിക്കില്ല. അതുകൊണ്ടാണ് ചൊവ്വയുടെ രാശിയിൽ ശുക്രനോ ശുക്രൻ്റെ രാശിയിൽ ചൊവ്വയോ നിന്നാൽ അതിനെ ഗണികാലക്ഷണങ്ങളിൽ ഒന്നായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇഷ്ടം പോലെ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സ് മാറാം. അതിനങ്ങനെ വലിയ മൂല്യങ്ങളൊന്നും പാലിക്കണം എന്നില്ല എന്ന് ചിന്തിക്കുന്നു. 4-ൽ നിൽക്കുന്ന ശനിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ കുടുംബങ്ങളിലൊക്കെ ഒരു അകൽച്ചയോ അവിടെ നിന്ന് മാറി താമസിക്കലോ ഒക്കെ കാണുന്നു. മനസ്സുകൊണ്ട് ഒന്നിൽ നിന്ന് മാറിയാൽ തന്നെ ഒരു മാറി താമസിക്കലാണ്. അതൊക്കെ സംഭവിക്കുന്നു. 3-ലെ രാഹു ഇവർക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലതയും ശക്തിയും നൽകുന്നു. 9-ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. പിതാവിനത്ര നല്ലതല്ല. യാത്ര വളരെ സൂക്ഷിച്ച് ചെയ്യണം. ദീർഘദൂര യാത്രകൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. സഹോദരൻ കണ്ണിനോ ഹൃദയത്തിനോ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീപ്പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യതകളാണ്, എല്ലാം കൂടെ ഒരുമിച്ച് വരുമെന്നല്ല പറയുന്നത്. ഇതിനൊക്കെ പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ശിവനെ ധ്യാനിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, പിന്നെ 12, 13. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ രാഹു 7-ര ശനി പൂർണ്ണമായും മാറി 2-ലാണ് ഇപ്പോൾ രാഹു നിൽക്കുന്നത്. 2-ാം ഭാവം കൊണ്ട് ഈ ക്രിയേറ്റിവിറ്റിയെയും ഒരു പരിധിവരെ ജോലിയെയും 2ഉം 6ഉം 10ഉം ചിന്തിക്കണമെന്ന് പറയാറുണ്ട്. അതിൽ 2-നെ കുറിച്ച് പ്രത്യേകമായി പറയുന്നു. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ വിശിഷ്യ ചില ബുദ്ധികൾ ഉണ്ടാകാം. ചില ക്രിയാത്മകമായിട്ടുള്ള ചില ചേഞ്ചുകൾ, മാറ്റങ്ങൾ ഇവർക്ക് ഇവരുടെ ജോലിയിൽ വരുത്താൻ സാധിക്കും. എന്നാൽ രാഹു ശനിയുടെ രാശിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിക്കണം, മുഖം വളരെ രക്ഷിക്കണം. മുഖത്തിന് ഈ മകരക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രങ്ങൾ ശ്രദ്ധിക്കണം. ചമയങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവരും ചമയമണിഞ്ഞാണ് നടക്കുന്നത്. പണ്ടൊക്കെ ലിപ്സ്റ്റിക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് അത്ര പരിചയമൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ പ്രകടമായും പ്രത്യേകിച്ചും പുതിയ തലമുറ അത് അണിഞ്ഞുകൊണ്ടാണ് ആ ചമയമൊക്കെ അണിഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങി നടക്കുന്നത്. അപ്പോൾ അത് വളരെ കെമിക്കൽസൊക്കെ ഉള്ളതാണെങ്കിൽ സൂക്ഷിക്കണം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകളോ അലർജി പ്രശ്നങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. രാഹു എന്ന് പറയുമ്പോൾ ത്വക്കുമായി അതിന് ബന്ധമുണ്ട്, വിഷവുമായും ബന്ധമുണ്ട്. ത്വക്ക്, വിഷം, ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കണം. അപ്പോൾ എന്തെങ്കിലും അലർജി സംഭവങ്ങളുണ്ടായാൽ അത് സ്കിന്നിനെ ബാധിക്കാം. കളർ ടോൺ ഉണ്ടാകാം, കളർ ചേഞ്ച് ഉണ്ടാകാം. നല്ലത് എന്ന് ഉദ്ദേശിച്ചിട്ട് അത് ചീത്തയായി മാറുന്ന അവസ്ഥ വരാം. പിന്നെ രാഹു ഇല്ലാത്തതുണ്ടെന്നും ഉള്ളതിനെ ഇല്ല എന്നും പറയുന്ന ഇലൂഷണറി പ്ലാനറ്റാണ്. ഇപ്പോൾ സ്വാഭാവികമായും അപരനാമങ്ങൾ ഉണ്ടാവുക, അപവാദങ്ങൾ ഉണ്ടാകുക, ഇല്ലാത്ത വിമർശനങ്ങൾ ഉണ്ടാകുക, പരദൂഷണങ്ങൾ പറഞ്ഞു വരുത്തുക, അതൊക്കെ ഉണ്ടാകാം. ഈ നക്ഷത്രക്കാർക്ക് അങ്ങോട്ട് പറയാം, ഇവരെ ചൊല്ലി മറ്റുള്ളവരും പറയാം. അതുപോലെ അഷ്ടമത്തിലാണ് കേതു. അഷ്ടമത്തിൽ കേതു നിൽക്കുമ്പോൾ അഷ്ടമത്തിൽ ചൊവ്വയും കേതുവും ഒരുമിച്ചാണ്. ഇവിടെ അഷ്ടമഭാവമായതിനാൽ ചൊവ്വയും കേതു ഒരുമിച്ച് നിൽക്കുമ്പോൾ ദുഷ്ടനാണ്. സൂര്യൻ്റെ രാശി കൂടിയാണ്. ആ സൂര്യൻ നിൽക്കുന്നതാവട്ടെ 5-ലുമാണ്. 1, 2, 3, 4, 5 5-ലുമാണ്. അപ്പോൾ ഭാഗ്യത്തിന് തടസ്സം, സന്താനങ്ങൾക്ക് ദോഷം, മനസ്സകാരണമായി വിഷമിക്കുക, രോഗാതുരമായ അവസ്ഥകൾ ഉണ്ടാകുക. ഇതിനെ എങ്ങനെ വേണോ ചിന്തിക്കാം. രോഗാതുരമായൊരവസ്ഥ ഉണ്ടായതിനു ശേഷം അതോർത്ത് മനസ്സ് വിഷമിക്കുക, അല്ലെങ്കിൽ മനസ്സ് വിഷമിച്ച് ആബ്സെൻറ്റ് മൈൻഡഡായി നടന്നെന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടാകുക.
അങ്ങനെ ഒക്കെ കാണുന്നു. ശത്രു നമുക്ക് മേൽ കൂടുതൽ വിജയമുണ്ടാകുന്നു. ശത്രുവുമായി ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് മനസ്സിനെ വിഷമിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗുണം എന്ന് പറയാൻ സാധ്യതയുള്ളത് 3-ൽ സഞ്ചരിക്കുന്ന ശനിയാണ്. പക്ഷേ ശനി വളരെ സ്ലോയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് 3-ലെ ഗുണങ്ങൾ അവർക്ക് വളരെ സ്ലോ ആയിട്ട് കിട്ടൂ. ഇവർ എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മനസ്സിനെ ഊർജ്ജസ്വലമാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും റിസൾട്ട് അതിൽ നിന്നും മെല്ലെ വരികയും ചെയ്യും. ദശയും അപഹാരവും ഛിദ്രവുമൊക്കെ വളരെ നല്ലതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ബുധനും 6-ലാണ് നിൽക്കുന്നത്, അത്ര നല്ലതല്ല. വ്യാഴം 6-ൽ സഞ്ചരിക്കുന്നു. 5-ൽ സഞ്ചരിക്കുന്ന സൂര്യൻ സൂക്ഷിക്കണം, സന്താനങ്ങൾക്കത്ര നല്ലതല്ല. നേത്രം, ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ആയാലും. ശുക്രൻ 4-ൽ നിൽക്കുന്നത് ഇവർക്ക് ഗുണമാണ്. ശുക്രൻ്റെ 4-ലെ നില കുടുംബത്ത് തങ്ങുന്ന ഇടത്ത് ഇവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ ദോഷാവസ്ഥകളൊന്നും ബാധിക്കില്ല. തങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, തങ്ങളുടെ ഭവനങ്ങളിൽ ഇവിടെയൊക്കെ ഇവർ ഇപ്പോഴും രാജ്ഞിയായോ രാജാവായോ തന്നെ വാഴും. ആ ദോഷങ്ങളൊന്നും കാണുന്നില്ല. സാമ്പത്തികമായിട്ടും വളരെ അല്ലലുണ്ടാകുന്നില്ല. ആരോഗ്യം, ബന്ധങ്ങളിൽ പ്രശ്നം, മുഖം ശ്രദ്ധിക്കേണ്ട അവസ്ഥ, വാക്ക് ശ്രദ്ധിക്കേണ്ട അവസ്ഥ, ഇതാണ് പ്രധാനമായും ഇവർക്ക് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, 9, 10, 11 പിന്നെ 14 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം രാഹു ജന്മത്തിൽ, 7-ൽ ചൊവ്വയും കേതുവും, 2-ൽ ശനി, ശുക്രൻ 3-ലാണ് നിൽക്കുന്നത്. 3-ലെ ശുക്രൻ ദോഷമൊന്നും ചെയ്യില്ല. 4-ലെ സൂര്യൻ സന്താനങ്ങൾ, കുടുംബത്തിനത്ര നല്ലതല്ല. ബന്ധങ്ങളിൽ, ഓഫീസിൽ ഒക്കെ ശ്രദ്ധിക്കണം. 5-ലെ വ്യാഴം ഇവർക്ക് ഗുണമാണ്. 5-ലെ വ്യാഴമാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന ചൊവ്വ കുടുംബത്തു നിന്ന് അകന്നാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് മാറിപ്പോകാനോ കുടുംബത്തു നിന്ന് ദൂരെ പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായിട്ട് കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതൊന്നും അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം, അതിനും സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയിൽ ഇവർക്ക് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നാൽ എല്ലാത്തിനും മേൽ ഇവർക്കിപ്പോൾ ഈശ്വരാധീനമുണ്ട്. ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആഴ്ചയുടെ തുടക്ക ദിവസം അത്ര നല്ലതല്ല. കാരണം ഇവരുടെ 10ാം ഭാവാധിപനായ ചൊവ്വ കർമ്മകാരകനായ സൂര്യൻ്റെ രാശിയിലാണ്, ബന്ധുരാശിയിലാണ്. വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇവർക്ക് അല്പസ്വല്പം തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാമെങ്കിലും പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകാം. ഇവിടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സവും പ്രശ്നമൊന്നും കാണുന്നില്ല. വൈതരണികൾ ഉണ്ടാകാം പ്രവർത്തിക്കുന്ന സ്ഥലത്ത്. കാരണം സൂര്യൻ പോയി നിൽക്കുന്ന ശത്രുരാശിയിലാണ്, 4ാം ഭാവവുമാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ, കുടുംബത്തിൽ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. സൂര്യൻ സാത്വികനാണ്, അതിനാൽ ദുഷ്ടത്തരം ചെയ്യില്ല, തടസ്സങ്ങൾ തരുമില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതിജീവിക്കാനുള്ള അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ ആ കാര്യം മനസ്സിൽ ഓർത്തുകൊള്ളണം. എന്തായാലും ജന്മത്തിൽ നിൽക്കുന്ന രാഹുവും കേതുവും ശാരീരികമായ അവശത, അണുബാധ, ഹിഡൻ ഡിസീസസ് ഇതൊക്കെ ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ തന്നെ ചൊവ്വ 7-ൽ നിൽക്കുന്നതിനാൽ ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, വസ്തിപ്രദേശം, മോൺസ് വെനറിസ് ഈ ഭാഗങ്ങളൊക്കെ ഓപ്പറേഷൻ വേണ്ടി വരുന്ന അവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ ഞാൻ പറഞ്ഞു, 9, 10, 11 പിന്നെ 14 ഇവരെ സംബന്ധിച്ചിടത്തോളം 19, 9, 10, 11, 12, 13 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ശുക്രൻ 2-ൽ സഞ്ചരിക്കുന്നു. 4ാം ഭാവത്തിൽ വ്യാഴവും ബുധനും. ബുധൻ 4-ൽ നല്ലതാണ്. വ്യാഴം 4-ൽ താരതമ്യേന ഗുണം ചെയ്യുന്നു. 6-ലാണ് ചൊവ്വയും കേതുവും. 6-ൽ ചൊവ്വ സഞ്ചരിക്കുന്നത് 3, 6, 11 പാപഗ്രഹങ്ങൾക്ക് നല്ലത് എന്ന പ്രമാണം വെച്ച് ചൊവ്വ 6-ൽ ഗുണം ചെയ്യും. കഴിഞ്ഞ കുറേ കാലമായി ഇവർക്ക് കിട്ടാനുണ്ടായിരുന്ന ധനമോ ഇവർ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടായിരുന്ന ധനമോ കൊടുക്കാൻ സാധിക്കും. ഇവർക്ക് കടബാധ്യതയിൽ നിന്ന് മോചനം, അതുപോലെ ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളലോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പരിഹരിക്കപ്പെടും. ഉദരസംബന്ധമായ വ്യാധി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനും താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരമുണ്ട്. ഇത് ചൊവ്വയും കേതുവും നിൽക്കുന്നത് സൂര്യൻ്റെ രാശിയിലായതിനാൽ ശത്രുവിനെ അല്പം സൂക്ഷിക്കണം. തെളിഞ്ഞ ചില വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. എന്നാലും 2-ൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ ഇവർ സൗമ്യമായി നേരിടും. പെട്ടെന്ന് പൊട്ടിത്തെറിക്കലോ പ്രശ്നങ്ങളോ ഇല്ലാത്തതുകൊണ്ട് 2 കൈയും ചേർത്തടിച്ചാലല്ലേ ശബ്ദം കേൾക്കും. അതുകൊണ്ട് ഇവർ സൗമ്യമായി നിൽക്കുന്നത് കൊണ്ട് ഒരു കലഹവും അതിൻ്റെ മൂർധന്യത്തിലെത്തിപ്പോകില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കുമേൽ സഹതാപത്തിൻ്റെയും വിജയത്തിൻ്റെയും പെരുമഴയുണ്ടാകുമെന്ന് കാണുന്നു. ശുക്രൻ 2-ൽ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം, ജോലിയിൽ ഉയർച്ച, ജോലിയിൽ തൻ്റേതായ മുദ്ര പതിപ്പിക്കാൻ തക്കവണ്ണമുള്ള വിഭവശേഷി, കഴിവ് ഒക്കെ ഇവർക്കുണ്ടാകും.
എന്നാൽ ലഗ്നത്തിൽ ശനിയുണ്ട്, അതായത് ഏഴര ശനിയിൽ ജന്മശനിയിലൂടെ കടന്നു പോവുകയാണ് എന്ന ചിന്ത വേണം. സ്വാഭാവികമായും എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമോ പ്രശ്നങ്ങളോ വരും. അതിനുശേഷമായിരിക്കാം കാര്യങ്ങൾ ഗുണകരമായി വരിക. ബാക്കി ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ളതുകൊണ്ട് വ്യാഴം എന്തായാലും 4-ൽ നിൽക്കുന്നതുകൊണ്ടും ബുധൻ 4-ൽ ബലവാനായി നിൽക്കുന്നതുകൊണ്ടും ഇവരുടെ കർമ്മശേഷി, ഇപ്പോൾ ഇവരുടെ വിഭവശേഷി അല്ലെങ്കിൽ ഇവരുടെ ഉൽപാദനക്ഷമത, ഇവരുടെ കാര്യപ്രാപ്തി, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഇപ്പോൾ വളരെ ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രവർത്തനത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ശത്രുവോ വിമർശനങ്ങളോ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനും സാധിക്കും, ധനപരമായി നേടാനും സാധിക്കും. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകാം, ആരോഗ്യസ്ഥിതിയും മോശമാകാം, അപവാദങ്ങൾ ഉണ്ടാകാം, ത്വക്ക് രോഗമുണ്ടാകാം, ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ മാറാം. എന്നാൽ പോലും ഒന്നും നഷ്ടപ്പെടില്ല, സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരത്തിനായി. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിനെയോ ധർമ്മശാസ്താവിനെയോ അയ്യപ്പസ്വാമിയെയോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനെയോ പ്രാർത്ഥിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക, കടുംപായസം കഴിപ്പിക്കുക, നീലാഞ്ജനം അതായത് എള്ള് കിഴികെട്ടി കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിഹാരമാണ്. അതുപോലെ വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. ഗുരുവായൂരമ്പലത്തിൽ ദർശനം നടത്തുക. പ്രത്യേകിച്ചും ഒന്നുകിൽ അതിരാവിലെ 3-നും 6-നും ഇടയ്ക്കുള്ള ദർശനം നടത്തുക. അതല്ലെങ്കിൽ സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകം ബുധനാഴ്ച ദിവസമോ വ്യാഴാഴ്ച ദിവസമോ പോയി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസം ഗുരുവിൻ്റെ കൂടെ സാന്നിധ്യമുള്ളത് കൊണ്ട് വ്യാഴപ്രീതി അവിടെ ഗുണകരമായി വരും. വെളുത്ത വസ്തുക്കൾ, അതായത് പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ഒക്കെ ആവാം. മഞ്ഞപ്പട്ട് സമർപ്പിക്കാം. ഓം നാഗായ നമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരങ്ങൾക്ക്. അതുപോലെ നൂറും പാലും അർപ്പിക്കുക നാഗദൈവങ്ങൾക്ക്. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമോ എന്നോ ജപിക്കുക കേതുദോഷ പരിഹാരത്തിന്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.